Hello all, welcome to Mfavor Learning app. So let's start the class. Okay, so നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് കേരളാസ് എക്കോണമി സിൻസ് ദ ഫോർമേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മുടെ കേരള സ്റ്റാർട്ട് ചെയ്ത മുതൽ എന്തൊക്കെ ഫോർമേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്, ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഈവൻസുകളാണ് ഉള്ളത്, അതേപോലെ ഓരോ ഇയർ വൈസും എന്തൊക്കെയാണ് ഉള്ളത് എന്ന്. ഓക്കെ, സോ മെയിൻലി നമ്മളുടെ ഇപ്പോൾ ഈ ക്ലാസ്സസിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം എന്താണ് കേരളാസ് ഇക്കോണമി, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഓരോ ഇയറിലും ഏതൊക്കെ ഈവൻറ്റുകളാണ് ഹാപ്പൻ ചെയ്തിട്ടുള്ളത്. സോ അത് നല്ല തറവായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് കേരള ഇക്കോണമി എന്ന് നോക്കാം. ഓക്കെ, സോ കേരള ഇക്കോണമി എന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ കേരള. ദാറ്റ് മീൻസ് അതായത് നമ്മളുടെ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ, ദാറ്റ് ഈസ് കേരളയുടെ ഉള്ളിൽ തന്നെ എങ്ങനെയൊക്കെയാണ് പ്രൊഡക്ഷൻ, എന്തൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ, എങ്ങനെയൊക്കെയാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂം ചെയ്യണം. എന്താ ഈ പ്രൊഡക്ഷൻ പറഞ്ഞാൽ നമ്മളൊരു ഗുഡ്സ് ഒക്കെ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നിർമ്മിക്കുന്നത്, അതെങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്, അതിനുശേഷം എങ്ങനെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. കൺസ്യൂം ചെയ്ത കസ്റ്റമർ വന്നിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമല്ലോ, ദറ്റ് ഈസ് കൺസ്യൂം ചെയ്യുമല്ലോ. ഓക്കെ, സോ അപ്പോൾ എന്താണ് കേരള എക്കോണമി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ഒരു കേരള എന്നുള്ള ഒരു ഇക്കോണമിയിൽ അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുക. ഇറ്റ് റെഫേഴ്സ് ടു ദ സിസ്റ്റം ഓഫ്, ദാറ്റ് ഈസ് എന്തൊക്കെയാണ് ഫസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ കേരള. കേരളയുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇറ്റ് റെഫേഴ്സ് ടു ദ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഏത് സിസ്റ്റമാണ് ശരിക്കും കേരള എക്കോണമിയിൽ വന്നിട്ട് എങ്ങനെയാണ് കേരള എന്നുള്ളൊരു ഇക്കോണമിയിൽ ഏത് സിസ്റ്റമാണ് ശരിക്കും ഉള്ളത്. സോ കേരളത്തിൽ എന്തൊക്കെയാണുള്ളത്, ആക്ച്വലി ഇറ്റ് റെഫേഴ്സ് ടു സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ കേരളയിൽ തന്നെ. സോ ഇതിലൂടെ ഇറ്റ് ഷോസ് ഹൗ പീപ്പിൾ ഓഫ് കേരള ഏൺ, സ്പെൻഡ്, സേവ് ആൻഡ് ഇൻവെസ്റ്റ് ദെയർ ഇൻകം. സോ ഇതിലൂടെ ഷോ ചെയ്യാണ്. സോ ഇപ്പം നമ്മൾ പറഞ്ഞു കേരള എക്കോണമി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ കേരള എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പീപ്പിൾ എങ്ങനെയാണ് ആക്ച്വലി അവർ ഏൺ ചെയ്യുന്നത്, സ്പെൻഡ് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ടു ബി ഏബിൾ ടു അനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് കേരള. സോ ഇറ്റ് ഓൾസോ ഷോസ് ഹൗ പീപ്പിൾ ഓഫ് കേരളയിലെ പീപ്പിൾ എങ്ങനെയൊക്കെയാണ് ഇതിലൂടെ ഏൺ ചെയ്യുന്നത്, സ്പെൻഡ് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഏത് അവരുടെ ഇൻകം. ഓക്കെ, ദെയർ ഇൻകം. സോ ഇറ്റ് ഇൻക്ലൂഡ്സ്, അതിൽ മെയിനായിട്ട് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസസ്, ട്രേഡ്, മൈഗ്രേഷൻ, റെമിറ്റൻസസ് എന്ന് വെച്ചാൽ എന്താ, അതായത് നമ്മൾ പേ ചെയ്യുക, പേയ്മെന്റ് കൊടുക്കുക, അതാണ് റെമിറ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. സോ അതേപോലെ ഗവൺമെന്റ് ആക്ടിവിറ്റീസ് ദാറ്റ് കോൺട്രിബ്യൂട്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെയാണ് എന്താ കേരളയിലെ ഇൻകം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം കേരള എക്കോണമി എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണ് ഇറ്റ് റെഫേഴ്സ് ദ സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ from this it will be able to analyze how the people earn, spend, save and invest their income, and also it includes certain important activities such as in agriculture, industry, services, trade, migration, which means that is people will migrate or people will move from one place to another place. ഒരു പീപ്പിൾസ് ഒരു പ്ലേസിൽ നിന്നും അനദർ പ്ലേസിലോട്ട് മൂവ് ചെയ്യുക, അതാണ് ഈ മൈഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ അതിൽ റെമിറ്റൻസ്, അതേപോലെ ഗവൺമെന്റ് ആക്ടിവിറ്റി. സോ ഇതിലൂടെയാണ് കേരളയുടെ ഇൻകം ഡെവലപ്മെന്റ് എല്ലാം. സോ ഇറ്റ് ഈസ് ഓഫൺ സ്റ്റഡിഡ് ഇൻ ടേംസ് ഓഫ്, അത് കൂടാതെ നമ്മൾ ഏത് ടേമിലും കൂടെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ GSDP എന്നുള്ള ടേംസിലും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. GSDPന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതായത് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് പറഞ്ഞാൽ നമ്മുടെ വിത്തിൻ ദ കേരള എക്കോണമിയിൽ തന്നെ എത്രയാണ് ഡൊമസ്റ്റിക് ഗുഡ്സ് ആൻഡ് സർവീസസ് വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ടോട്ടൽ എത്രയാണ്. ഓക്കെ, അതേപോലെ എംപ്ലോയ്മെന്റ് പാറ്റേൺസ് എങ്ങനെയാണ്, അവരുടെ ഇൻകം ലെവൽസ് എങ്ങനെയാണ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എങ്ങനെയാണ്. സോ ഇതിലൂടെയൊക്കെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം കേരള എക്കോണമി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഓരോന്ന് മൈൻഡ് സെറ്റിൽ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ഫസ്റ്റ് എന്തായിരുന്നു, ഇറ്റ് റെഫേഴ്സ് സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് വിത്തിൻ കേരളയാണ്. സോ ഇതിലൂടെ ഷോ ചെയ്യുന്നുണ്ട് ഒരു പീപ്പിൾ എങ്ങനെയാണ് ഏൺ ചെയ്തിരിക്കുന്നത്, സ്പെൻഡ് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത് എന്നുള്ളത്. സോ അതിലുള്ള ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസുകളുണ്ട്. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസസ്, ട്രേഡ്, മൈഗ്രേഷൻ, ഗവൺമെന്റ് ആക്ടിവിറ്റീസ്, ഇതെല്ലാം. അതേപോലെ ഇതെല്ലാം എങ്ങനെ സ്റ്റഡി ചെയ്യണേ പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് GSDP ആണ്. അപ്പോൾ GDP എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ GSDP എന്ന് വെച്ചാൽ എന്താ,
ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മൈൻഡിൽ നിൽക്കും. മനസ്സിലായോ? GDP എന്ന് പറയാൻ നമുക്ക് തറവായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. അപ്പം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കേരള ഇക്കോണമിയുടെയാണ്. അപ്പോൾ എന്താണ്, GSDPയിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിലൂടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ എന്താ GSDP എന്ന് വെച്ചാൽ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ഫീച്ചേഴ്സ് ഓഫ് കേരള ഇക്കോണമി എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ അതിന് മുന്നേ ആയിട്ട് ലൈവ് ക്ലാസ്സസിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഒന്ന് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ഫീച്ചേഴ്സ് ഓഫ് കേരള ഇക്കോണമി. കേരള ഇക്കോണമിയിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അഗ്രേറിയൻ ബേസ് ഇൻ ദ പാസ്റ്റ്. ആക്ച്വലി ഇനീഷ്യലി എന്ന് വെച്ചാൽ എന്താ, സ്റ്റാർട്ടിങ്ങിൽ എന്താ ഡിപ്പെൻഡ് ചെയ്തിരിക്കണേ പറഞ്ഞാൽ അഗ്രികൾച്ചർ ആണ്. അതായത് പാഡി, കോക്കനട്ട്, റബ്ബർ, സ്പൈസസ് ഇതൊക്കെ. ഓക്കെ, സോ അതിനുശേഷം റെമിറ്റൻസ് എക്കോണമി എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് കിട്ടുന്ന ഇൻകം കാര്യങ്ങളൊക്കെ ലാർജ് ഷെയർ ഓഫ് ഇൻകം കംസ് ഫ്രം മലയാളീസ് വർക്കിംഗ് അബ്രോഡ്. അബ്രോഡിൽ വർക്ക് ചെയ്യുന്ന മലയാളീസിൽ നിന്നാണ് ഇൻകം വന്നിട്ട് അറേസ് ചെയ്യുക ലാർജ് ഷെയർ. ഓക്കെ, എസ്പെഷ്യലി എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് അബ്രോഡ്, ഗൾഫിൽ. ഓക്കെ, സോ അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, റെമിറ്റൻസ് ഇക്കോണമി. ഞാൻ പറഞ്ഞു തന്നിരുന്നു, റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ പേയ്മെൻ്റ് ആണ്, നമ്മൾ ഒരാൾക്ക് കൊടുക്കാനുള്ള പേയ്മെൻറ്റ്. ഓക്കെ, സോ പേയ്മെൻറ്റ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇൻകം എവിടെ നിന്ന് അറേസ് ചെയ്യാന്ന് വെച്ചാൽ ആക്ച്വലി ദ ഇൻകം വിൽ കംസ് ഫ്രം മലയാളീസ് വർക്കിംഗ് അബ്രോഡ് എസ്പെഷ്യലി ഇൻ ഗൾഫ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സർവീസ് ഓറിയൻറ്റഡ് ആണ്. സോ സർവീസസ് ഏതൊക്കെയാന്ന് വെച്ചാൽ ലൈക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ടൂറിസം, IT ആൻഡ് ബാങ്കിങ് ഡോമിനേറ്റ്. സോ മെയിൻ സർവീസസ് ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ സർവീസസ് എന്ന് പറയുമ്പോൾ തന്നെ മൈൻഡിൽ ഉണ്ടാവേണ്ടത് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ടൂറിസം, IT ആൻഡ് ബാങ്കിങ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ആണ്. സോ അതിൽ വരുന്നതാണ് ലിറ്ററസി, ഹെൽത്ത് ആൻഡ് ലൈഫ് എക്സ്പെക്റ്റൻസി. ആക്ച്വലി ഇത് ബെസ്റ്റ് ആണ് ഇന്ത്യയിലെന്ന് പറയുമ്പോൾ തന്നെ. സോ ഹൈ ഹ്യൂമൻ ഡെവലപ്പ് എന്ന് പറയുമ്പം ഏതൊക്കെ രീതിയിലാണ് ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കേരള ഇക്കോണമിയിൽ ലിറ്ററസി, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ, ഹെൽത്ത് ആൻഡ് ലൈഫ് എക്സ്പെക്റ്റൻസിയിൽ ഇതൊക്കെ ബെസ്റ്റ് ആണ് ഇന്ത്യയിലെ തന്നെ. ഓക്കെ, നെക്സ്റ്റ് ആണ് വീക്ക് ഇൻഡസ്ട്രിയൽ സെക്ടർ. ആക്ച്വലി മാനുഫാക്ചറിങ്ങും ഇൻഡസ്ട്രിയൽ ഗ്രോത്തും വേറെ സ്റ്റേറ്റ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ലെസ് ആണ്. സോ അതുകൊണ്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ലെസ് മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ്. ആക്ച്വലി among comparing to other states, actually Kerala economy is very less in manufacturing as well as industrial growth. Okay, നെക്സ്റ്റ് ആണ് മൈഗ്രേഷൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കണം, ഔട്ട് മൈഗ്രേഷനും ഉണ്ട്, ഇൻ മൈഗ്രേഷനും ഉണ്ട്. ആക്ച്വലി അതിന് മുന്നേ നിങ്ങൾ മൈഗ്രേഷൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പീപ്പിൾ വിൽ മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ഒരു പ്ലേസിൽ നിന്നും വേറെ പ്ലേസിലോട്ട് മൂവ് ചെയ്യുക, അതാണ് നമ്മുടെ മൈഗ്രേഷൻ എന്നുള്ള വേർഡിൻ്റെ മീനിങ്. അപ്പോൾ ഔട്ട് മൈഗ്രേഷൻ പറയുമ്പോൾ മലയാളീസ് ഗൾഫ് കൺട്രീസിലോട്ട് പോകുന്നത്, ഇൻ മൈഗ്രേഷൻ പറഞ്ഞാൽ വർക്ക് ഫ്രം നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, അതിൽ ഇന്ത്യയിൽ തന്നെ നോർത്തിലും ഈസ്റ്റിലും വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? സോ അപ്പോൾ നമ്മൾക്ക് ഏതൊക്കെയായിരുന്നു, നെക്സ്റ്റ് ആണ് വെൽഫെയർ ഓറിയൻറ്റേഷൻ ആണ്. സോ ഗവൺമെൻറ് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുക, എവിടെ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുക പറഞ്ഞാൽ മോർ ഓൺ ഹെൽത്തിലോട്ട്, എഡ്യൂക്കേഷനിലോട്ട്, വെൽഫെയർ സ്കീംസിലോട്ടൊക്കെ. ഓക്കെ, സോ അപ്പോൾ ഏതൊക്കെ ഫീച്ചേഴ്സ് ഓഫ് കേരള എക്കോണമി, അഗ്രേറിയൻ ബേസ് ഇൻ ദ പാസ്റ്റ്, റെമിറ്റൻസ് എക്കോണമി, സർവീസ് ഓറിയൻറ്റഡ്, ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, വീക്ക് ഇൻഡസ്ട്രിയൽ സെക്ടർ, മൈഗ്രേഷൻ പാറ്റേൺസ്, വെൽഫെയർ ഓറിയൻറ്റേഷൻ. ഇനി നെക്സ്റ്റ് ആണ് ഇൻ ഷോർട്ടായി പറയുവാണെന്നുണ്ടെങ്കിൽ കേരള ഇക്കോണമി എന്ന് വെച്ചാൽ എന്താ, ഇറ്റ് മീൻസ് ഓവറോൾ സിസ്റ്റം ഓഫ്, അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് കേരള ഇക്കോണമി എന്ന്. സോ അത് വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. കേരള ഇക്കോണമി എന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ഓവറോൾ സിസ്റ്റം ഓഫ്, അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഇൻകം, അതേപോലെ തന്നെ നെക്സ്റ്റ് പ്രൊഡക്ഷൻ, നെക്സ്റ്റ് എംപ്ലോയ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ഇൻ കേരള. ഓക്കെ, ഒരു കേരള എന്നുള്ള സിസ്റ്റത്തിൽ ആക്ച്വലി കേരള എന്നുള്ള എക്കോണമിയിൽ ഏതൊക്കെ സിസ്റ്റംസ് ആണ് ഉള്ളതെന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ഓവറോൾ സിസ്റ്റം ഓഫ് ഇൻകം ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, എംപ്ലോയ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് കേരളയിൽ. സോ ആക്ച്വലി കൂടുതലായിട്ട് നമ്മൾ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുക, റെമിറ്റൻസ്, പേയ്മെൻറ്റ് കൊടുക്കുന്നത്, അതേപോലെ സർവീസ് സെക്ടറിൻ്റെ ഗ്രോത്ത്, അതേപോലെ ഹൈ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, സോ ഡെസ്പിറ്റ് ലോ ഇൻഡസ്ട്രിയൽ, ആക്ച്വലി നമ്മുടെ ലോ എന്ന് പറയുമ്പോൾ ഏത് സെക്ടറിലാണ്, മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്തിലാണ് ആക്ച്വലി നമ്മൾ ലോ ആയിട്ടുള്ളത്. നമ്മൾ കൊടുത്തിരുന്നു വീക്ക് ഇൻഡസ്ട്രീസ് ലെസ് മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ കേരള എക്കോണമി എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഇറ്റ് മീൻസ് ഓവറോൾ സിസ്റ്റം ഓഫ് ഇൻകം, പ്രൊഡക്ഷൻ, എംപ്ലോയ്മെൻറ്റ് and development in Kerala which is unique for dependence on remittance, service sector growth, high social development. Okay, despite low industrial growth മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അത് കൂടാതെ. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നിങ്ങൾ കേരള എക്കോണമി എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക്, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ സെർട്ടൻ പീരീഡ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ കേരള എക്കോണമിയിൽ ഫേസസ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. സോ ഓരോ ഫേസസിലും എന്താണെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സോ ഫേസ് 1 എന്ന് പറയുന്നത് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 1956 to 1975 ആണ്. ഓക്കെ,
സോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഫേസ് 1ന്റെ പീരീഡ് എന്ന് പറയുന്നത് 1956 to 1975 ആണ്. സോ അവിടെ എന്താണ് പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. സോ ഈ പീരീഡിലൂടെ എന്താണ് മെയിനായി ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വെൽഫെയർ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. സോ ഇതിലൂടെ ആക്ച്വലി പീപ്പിളിലെ ഹൈ ലിറ്ററസി ഗ്രോത്ത്, അതേപോലെ തന്നെ ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ്, സോ അതേപോലെ ഹൈ അൺഎംപ്ലോയ്മെന്റ് ആണ് ആക്ച്വലി ഉണ്ടായിട്ടുള്ളത്. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ ജോലി ഇല്ലായ്മ, ഓക്കെ, അതുപോലെ പോവർട്ടി റേറ്റ് ഒക്കെ കൂടുതലായിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം 1956 to 1975 എന്ന് പറയുന്നത് നമ്മുടെ കേരള എക്കോണമിയിലെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഏതായിരുന്നു അവിടെ പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. സോ ഇവിടെ മെയിനായിട്ട് ഇവർ എന്താ മെയിനായി ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വെൽഫെയർ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. സോ ഇതിലൂടെ ഹൈ ലിറ്ററസി ഉണ്ടായിരിക്കണം, ഹെൽത്ത് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം എന്നാണ്. പക്ഷെ അവിടെ എന്താ ഉണ്ടായിട്ടുള്ളത് പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് പോവർട്ടി റേറ്റും കൂടുതലായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ, ഓരോ ഫേസ് നോട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ മെയിനായിട്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. മനസ്സിലായോ? ഇപ്പോൾ 1956 to 1975 ഉടനെ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ പോവർട്ടി അൺഎംപ്ലോയ്മെന്റ് കൂടുതലാണെന്ന്. മനസ്സിലായോ? അങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കാൻ. ഇനി നെക്സ്റ്റ് ആണ് ഫേസ് 2 ആണ്. ഫേസ് 2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റെമിറ്റൻസ് ആൻഡ് വെൽഫെയർ ആണ്. റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ പേയ്മെന്റ് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഓരോ പോളിസീസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാൻ, അതായത് പവർ, വാട്ടർ, കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ. അപ്പോൾ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഹെൽത്ത് കെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സോ അതിലൂടെ എന്താണ് നമുക്ക് പേയ്മെന്റിന്റെ സപ്പോർട്ട് വേണം അല്ലേ. ഫ്രം മലയാളി മൈഗ്രേറ്റ്സ് ഇൻ ഗൾഫ് കൺട്രീസിൽ മൈഗ്രേറ്റ് ചെയ്ത മലയാളീസിന് നമുക്ക് എന്ത് വേണം, അതിന് സപ്പോർട്ടും കാര്യങ്ങളും വേണം. ഓക്കെ, റെമിറ്റൻസ് ആൻഡ് വെൽഫെയർ ആണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ദാറ്റ് ഈസ് കേരള മോഡൽ ഓഫ് ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഹൈ ആണ്. ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് വിത്ത് ഒരു സ്ട്രോങ് ഫോക്കസ് ആയിരിക്കും ഉണ്ടായിരിക്കേണ്ടത് സോഷ്യൽ വെൽഫെയർ എന്ന് പറഞ്ഞാൽ സർവീസസ്, അതേപോലെ ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ, ഇതെല്ലാം മെയിൻ ആയിട്ട് ഗെയിൻ ചെയ്യുക. ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ മൊത്തത്തിൽ ഓൾ ഓവർ ദ വേൾഡിൽ തന്നെ നമ്മൾ എന്ത് പോപ്പുലാരിറ്റി ആയിട്ട് ഗെയിൻ ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ഫേസ് 2ലെ പീരീഡ്. ഫേസ് 1ലെ പീരീഡ് ഏതാ 1956 to 1975. അടുത്തതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം ആദ്യത്തെ ഫേസ് 1956 to 1975 ആണ്. അപ്പോൾ അടുത്ത ഫേസ് ഏതെന്നാ സ്റ്റാർട്ട് ചെയ്യുക 1976 to 1990 ആണ്. സോ അതിൽ മെയിനായിട്ട് വരുന്നതാണ് റെമിറ്റൻസ് ആൻഡ് വെൽഫെയറും അതേപോലെ ഹ്യൂമൻ ഡെവലപ്മെന്റും. ഓക്കെ, ഇനി അടുത്തതാണ് കറന്റ് ട്രെൻഡ്സ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചപ്പോൾ 1956 to 1975 നമ്മുടെ പോവർട്ടി അൺഎംപ്ലോയ്മെന്റ് കൂടുതലായിരുന്നു. അതിനുശേഷം 1976 to 1990 റെമിറ്റൻസ് ആൻഡ് വെൽഫെയറും അതേപോലെ ഹ്യൂമൻ ഡെവലപ്മെന്റും ആണ്. ഓക്കെ, അടുത്തതാണ് കറന്റ് ട്രെൻഡ് ആണ്. കറന്റ് ട്രെൻഡ് എന്ന് വെച്ചാൽ ബിക്കോസ് ഇപ്പൊ എങ്ങനെയാണ് പോസ്റ്റ് 1990, ഇപ്പൊ പ്രീ എന്ന് വെച്ചാൽ എന്താ മുന്നുള്ളത്, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം. അപ്പോൾ 1990s ശേഷം എന്തൊക്കെ ഹാപ്പൻ ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ ഫസ്റ്റ് ആണ് സർവീസ് സെക്ടർ ഡോമിനൻസ് ആണ്. ആക്ച്വലി സർവീസ് സെക്ടർ എന്ന് പറയുമ്പോൾ മെയിൻ കോൺട്രിബ്യൂട്ടർ ആണ് ഏതിലാണ് KGSDP എന്ന് വെച്ചാൽ KGSDP എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ എന്താ നോക്കി വെക്കേണ്ട GSDP ആണ്. അതായത് സർവീസ് സെക്ടറിന് മെയിൻ കോൺട്രിബ്യൂട്ടർ ആണ് ഈ സർവീസ് സെക്ടറിൽ തന്നെ. ഏതിലാണെന്ന് വെച്ചാൽ ഈ നമ്മുടെ GSDP എന്ന് വെച്ചാൽ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. സർവീസ് സെക്ടർ എന്ന് പറയുന്നത് മെയിൻ ഇമ്പോർട്ടൻ്റ് റോളാണ്. ഇനി അടുത്തതാണ് എക്കണോമിക് ഗ്രോത്ത് ആണ്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എക്കണോമിക്കൽ ആക്ച്വലി ഗ്രോത്തിൽ ആക്സലറേഷൻ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് ഗ്രോത്തിൽ 2002 to 2003 ശേഷം. ഓക്കെ, അടുത്തത് പോവർട്ടി റെഡ്യൂസ് ആയിട്ടുണ്ട്. എപ്പോഴാണ് റെഡ്യൂസ് ആയിരിക്കുന്നത്, റീസൺ ഡാറ്റ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേരളയിൽ ലീസ്റ്റ് പോവർട്ടി ആണ് ആക്ച്വലി ഉള്ളത് ഇന്ത്യൻ സ്റ്റേറ്റിൽ തന്നെ. അതായത് റീസൺ ഡാറ്റ ഉദ്ദേശിക്കുന്നത് 2023 കേട്ടോ. ഓക്കെ, അടുത്തതാണ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻഡസ്ട്രി ആണ്. അതായത് മേജർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് സച്ച് ആസ് ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ വന്നിട്ട് കൊച്ചിയിൽ ഉണ്ടായിട്ടുണ്ട്. സോ അത് ആക്ച്വലി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് എവിടെയൊക്കെ ഗ്രോത്ത് ഉണ്ടായിരിക്കണേ പറഞ്ഞാൽ IT-യിലും അതേപോലെ തന്നെ ടൂറിസം സെക്ടേഴ്സിലും. ഓക്കെ, അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ മേജർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഏതൊക്കെയാണ്, ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ വന്നിട്ട് കൊച്ചിയിൽ ഉണ്ടായിട്ടുണ്ട്. സോ അതിലൂടെ വന്നിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെയാണ് ഗ്രോത്ത് ഉണ്ടായിരിക്കണേ പറഞ്ഞാൽ IT-യിലും ടൂറിസം സെക്ടറിലും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അടുത്തതാണ് അപ്പോൾ നിങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് എവിടെ നിന്നാണ് ഉണ്ടായിരിക്കണേന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതേപോലെ നെക്സ്റ്റ് ആണ് കണ്ടിന്യൂഡ് ചാലഞ്ചസ് ആണ് ആക്ച്വലി ഉണ്ടായിരിക്കുന്നത്. ഡെസ്പിറ്റ് പ്രോഗ്രസ്, അവിടെ പ്രോഗ്രസ് എപ്പോഴും ഡെവലപ്മെന്റ് മാത്രമല്ല അവിടെ എന്തുണ്ട് കുറച്ച് ചാലഞ്ചസും ഫേസ് ചെയ്തിട്ടുണ്ട്. റിസോഴ്സസ് മൊബിലൈസ് ചെയ്യാൻ, കളക്ട് ചെയ്യാനും ഇൻഫ്രാസ്ട്രക്ചർ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യാൻ, അതേപോലെ അഡ്രസ്സ് ചെയ്യുക പറയുന്നത് എന്താണ്, നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് എൻക്വയറി ചെയ്യുക, എന്താ പ്രോബ്ലം പറഞ്ഞ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അതാണ് അഡ്രസ്സിങ് ദ സ്ട്രക്ചറൽ ഇഷ്യൂ ഓഫ് അൺഎംപ്ലോയ്മെന്റ്. എന്തുകൊണ്ടാണ് അൺഎംപ്ലോയ്മെന്റ് ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യുക, അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ മെയിനായിട്ട് ഏതൊക്കെയാണ് കറന്റ് ട്രെൻഡിൽ എന്ന് പറയുമ്പോൾ സർവീസ് സെക്ടർ ഡോമിനൻസ് ആണ്. സോ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂട്ടർ ആണ് നമ്മുടെ കേരളയിലെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ തന്നെ. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എക്കണോമിക്കൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് 2002 to 2003 ശേഷം.
അതേപോലെ പോവർട്ടി റെഡ്യൂസ് ആയി കഴിഞ്ഞു. റീസെന്റ് ആയിട്ട് 2023 ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേരളയിൽ പോവർട്ടി ലൈൻ എന്ന് പറയുന്നത് കുറവാണെന്നുള്ളതാണ്. അതേപോലെ അടുത്താണ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ മേജർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഉണ്ട്. അതായത് ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് കെയർ എന്ന് പറയുന്നത് കൊച്ചിയിലാണ്. സോ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എന്തിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ IT ആൻഡ് ടൂറിസം സെക്ടേഴ്സിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ നെക്സ്റ്റ് കണ്ടിന്യൂഡ് ചാലഞ്ചസ് ആണ് ആക്ച്വലി അവിടെ ഫേസ് ചെയ്തിരിക്കുന്നത്. നോട്ട് ഓൺലി ചാലഞ്ചസ്, ആക്ച്വലി അവരുടെ മെയിൻ ചാലഞ്ച് എന്ന് പറയുന്നത് റിസോഴ്സ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചർ കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യുക. ഇൻഫ്രാസ്ട്രക്ചർ ഉദ്ദേശിക്കുന്നത് ഈ വാട്ടർ, കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള ഓരോന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. സോ അതേപോലെ എന്തെങ്കിലും സ്ട്രക്ചറൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് 1950s. അപ്പം നിങ്ങൾ ഓരോന്ന് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ഒരു കാറ്റഗറിയാണ് ഇപ്പം നമ്മൾ പഠിച്ചു കേരള ഇക്കോണമി എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അതൊരു കാറ്റഗറി. അതിനുശേഷം ഫേസസ് നോക്കി. ഫേസ് 1 1956 to 1975, ഫേസ് 2 1976 to 1990, നെക്സ്റ്റ് കറന്റ് ട്രെൻഡിൽ പോസ്റ്റ് 1990 എന്തൊക്കെയാണെന്ന് നോക്കി. ഇനി അടുത്തത് നമ്മളുടെ ഓരോ പീരീഡ് നോക്കുക. 1950 തൊട്ടിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ കേരള എക്കോണമി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് തൊട്ട് തന്നെ കാറ്റഗറൈസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് 1950s ഫോർമേഷൻ ആൻഡ് ഏർലി സ്റ്റേജ് ആണ്. അതായത് എന്താ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ 1956 കേരള സ്റ്റേറ്റ് എന്ത് ചെയ്തു, ഫോം ചെയ്തു. അപ്പോൾ നിങ്ങൾ കേരള സ്റ്റേറ്റിൽ അപ്പോൾ നമ്മളുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1950 ഫോർമേഷൻ ഏർലി സ്റ്റേജ് ആണ്. അത് കേരള സ്റ്റേറ്റ് എപ്പോൾ ഫോം ചെയ്തു, അതിൻ്റെ ഏർലി സ്റ്റേജസിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ് അറൈസ് ചെയ്തതെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിലൂടെ എന്താ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ 1956 ആക്ച്വലി എന്താ ഉണ്ടായിട്ടുള്ളത്, അതായത് കേരള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫോം ചെയ്തു. സോ ആരൊക്കെ കൂടെയാണ് മെർജ് ചെയ്തിരിക്കണേ പറഞ്ഞാൽ ട്രാവൻകൂറും അതേപോലെ കൊച്ചിയും കൂടിയിട്ടാണ് മലബാർ റീജിയൻ ആയിട്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഫോർമേഷൻ ആൻഡ് ഏർലി സ്റ്റേജ് പറയും ഏത് പീരീഡ് എന്ന് പറഞ്ഞാൽ 1950 1956 എന്ത് ചെയ്തിരിക്കുന്നത്, കേരള സ്റ്റേറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. സോ അവിടെ എന്തൊക്കെയാണ് മെർജ് ചെയ്തിരിക്കുന്നത്, ട്രാവൻകൂറും കൊച്ചിയും മലബാർ റീജിയൻ ആയിട്ട്. ഓക്കെ, സോ അതേപോലെ എക്കോണമി പ്രൈമറിലി ആദ്യം എന്തായിരുന്നു, അഗ്രേറിയൻ ആയിരുന്നു. സോ അതിനുശേഷമാണ് ഏതൊക്കെ വന്നത്, അതിൽ കൂടുതൽ റൈസ്, കോക്കനട്ട്, കാഷ്യൂ, കൊയർ, സ്പൈസസ് ഒക്കെ. ഓക്കെ, സോ അതേപോലെ അവിടെ എന്താണ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ലാൻഡ് റീഫോം ഡിസ്കഷൻ വന്നിട്ട് തുടങ്ങി, പീപ്പിൾസ് മൂവ്മെന്റ് ഇതൊക്കെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ്, നമ്മുടെ 1950 ഫോർമേഷനും ഏർലി സ്റ്റേജ് എന്ന് പറയുന്നത് 1950 1956 എന്ന് പറയുമ്പോഴാണ് കേരള സ്റ്റേറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. അതേപോലെ ട്രാവൻകൂർ ടു കൊച്ചിയിലും വിത്ത് ആരുടെ കൂടെ പറഞ്ഞാൽ മലബാർ റീജിയൻ. സോ ഈ ഇക്കോണമി മെയിൻലി പ്രൈമറിലി വന്നിട്ട് അഗ്രികൾച്ചർ. അപ്പോൾ മെയിനായിട്ട് എന്തൊക്കെയാണ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ റൈസ്, കോക്കനട്ട്, കാഷ്യൂ, കൊയർ ആൻഡ് സ്പൈസസ് ആണ്. സോ ഇവിടെ മെയിനായി എന്തൊക്കെയാണ് ബിഗിൻ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ആക്ച്വലി ഇൻ ദ പീരീഡ് ഓഫ് 1956 they are only begin ലാൻഡ് റിഫോം ഡിസ്കഷൻ ആസ് വെൽ ആസ് പീപ്പിൾസ് മൂവ്മെന്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം കേരള സ്റ്റേറ്റ് ഫോം ചെയ്തു. അവിടെ പ്രൈമറിലി പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ അഗ്രേറിയൻ ഉണ്ടായിരിക്കുന്നത്, അഗ്രികൾച്ചർ. അതിനുശേഷം ലാൻഡ് റിഫോം ഡിസ്കഷനും പീപ്പിൾസ് മൂവ്മെന്റും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഓരോ ഇയർ പറയുമ്പോൾ അത് മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് ദറ്റ് ഈസ് 1960s. സോ 1960s എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, സോ ലാൻഡ് റിഫോംസ് ആൻഡ് അതേപോലെ സോഷ്യൽ ഡെവലപ്മെന്റ് 1960s എന്ത് ചെയ്തിരിക്കുന്നത്, ഇംപ്ലിമെന്റ് ചെയ്ത് ലാൻഡ് റിഫോം ലെജിസ്ലേഷൻ എന്നുള്ളത്. അവിടെ എന്താണ് അബോളിഷ് ചെയ്ത്, എന്താ ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ ടെനൻസി, ലാൻഡ് ലോഡിസം എന്ന് പറയുന്നത് അവിടെ ഫുള്ളായിട്ട് എന്ത് ചെയ്തു, അത് അവോയ്ഡ് ചെയ്തു, അബോളിഷ് ചെയ്തു. ഓക്കെ, സോ അതേപോലെ ഷിഫ്റ്റ് ചെയ്തു ഫ്യൂഡറൽ അഗ്രേരി സിസ്റ്റത്തിൽ നിന്നും സ്മോൾ ഹോൾഡർ ഫാമിങ്ങിലോട്ട് എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അതേപോലെ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സർവീസസ് വന്നിട്ട് മെയിനായി എക്സ്പാൻഡ് ചെയ്തു by both government as well as private missionaries. Okay, അതേപോലെ early sign of migration to other Indian state and Ceylon ഇതാണ് ഉണ്ടായത്, അതായത് ശ്രീലങ്ക. സോ അപ്പോൾ 1960s അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടായി നോട്ട് ചെയ്ത് വെക്കുക. 1960s മെയിനായിട്ട് എന്താണ്, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു 1956 ടൈമിൽ ലാൻഡ് റിഫോം ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന്. അപ്പോൾ 1960s എന്താ ഉണ്ടായത്, ലാൻഡ് റിഫോം ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടായി. അതേപോലെ അവിടെ എന്താ ഇംപ്ലിമെന്റ് ചെയ്ത 1960s പറഞ്ഞാൽ ഇംപ്ലിമെന്റേഷൻ ഓഫ് ലാൻഡ് റിഫോം ലെജിസ്ലേഷൻ, ലാൻഡ് റിഫോം ലെജിസ്ലേഷൻ വന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു. അതേപോലെ ലാൻഡ് ലോഡിസം, ടെനൻസി എന്ന് പറയുന്നത് ഫുള്ളായിട്ട് അബോളിഷ് ചെയ്തു. ഏതിൽ നിന്നും ഷിഫ്റ്റ് ചെയ്തു പറഞ്ഞാൽ ഫ്യൂഡൽ അഗ്രാരിയൻ സിസ്റ്റത്തിൽ നിന്നും സ്മോൾ ഹോൾഡർ ഫാമിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതിൽ നിന്ന് ഇതിലോട്ട് മാറി. അതേപോലെ മെയിനായിട്ട് അവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്താ പറഞ്ഞാൽ എഡ്യൂക്കേഷനും ഹെൽത്ത് സർവീസസും ആണ്. ആക്ച്വലി എഡ്യൂക്കേഷൻ ഹെൽത്ത് സർവീസസ് മെയിനായിട്ട് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്, ദാറ്റ് ഈസ് ഡെവലപ്പ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ബൈ ബോത്ത് ആരൊക്കെയാണ് മെയിനായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ബൈ ബോത്ത് ഗവൺമെന്റ് ആസ് വെൽ ആസ് പ്രൈവറ്റ് മിഷണറീസ്. ഓക്കെ, സോ ഏർലി സൈൻ ഓഫ് മൈഗ്രേഷൻ ടു അതർ ഇന്ത്യൻ സ്റ്റേറ്റ് ഉദ്ദേശിക്കുന്നത് സൈലോൺ, ശ്രീലങ്ക എന്നൊക്കെയാണ്. ഓക്കെ, അടുത്തതാണ് 1970 സോ ലൈവ് ക്ലാസ്സിലുള്ളവർ ഒന്ന് മെസ്സേജ് ഇട്ടേക്കൂ കേട്ടോ. സോ അടുത്തതാണ് 1970 1970 ആക്ച്വലി എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വെച്ചാൽ ഗൾഫ് മൈഗ്രേഷൻ ആൻഡ് റെമിറ്റൻസ് എക്കോണമി എന്നാണ്. ഓക്കെ, സോ ഗൾഫ് മൈഗ്രേഷൻ ആൻഡ് റെമിറ്റൻസ് എക്കോണമിയിൽ മെയിനായിട്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ
1970 ഓയിൽ ബൂം ചെയ്തിട്ടുണ്ട്. ബൂം ചെയ്യുക പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഗൾഫ് കൺട്രീസിൽ. സോ മെയിനായിട്ട് ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ ആണ് ആക്ച്വലി ഉണ്ടായിരുന്നത് കേരളയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക്. ഓക്കെ, അപ്പോൾ ഗൾഫ് മൈഗ്രേഷൻ റെമിറ്റൻസ് എക്കോണമി ഉണ്ടായിരിക്കുന്നത്. റെമിറ്റൻസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മേജർ സോഴ്സ് ഓഫ് ഇൻകം ആണ് കേരളയിലെ റെമിറ്റൻസ് എന്ന് പറയും തന്നെ പേയ്മെന്റ്. സോ അഗ്രികൾച്ചർ സ്റ്റാഗ്നേഷൻ വന്നിട്ട് തുടങ്ങി കഴിഞ്ഞു. അതായത് സ്റ്റാഗ്നേഷൻ പറയുന്നതാണ് അവിടെ കുറവായി തുടങ്ങി, പാഡി കൾട്ടിവേഷൻ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ അവിടെ എന്ത് എമർജ് ചെയ്യാൻ തുടങ്ങി, അത് എന്താ സ്റ്റാർട്ട് ചെയ്യാൻ അടുത്ത് വരാൻ തുടങ്ങി, സർവീസ് സെക്ടർ ഓറിയന്റേഷൻ അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ 1970 എന്താ ഉണ്ടായത്, ഗൾഫ് മൈഗ്രേഷൻ റെമിറ്റൻസ് എക്കോണമിയാണ്. 1970 ഓയിൽ വന്നിട്ട് ഇൻക്രീസ് ചെയ്തു ഗൾഫ് കൺട്രീസിൽ. ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ ആണ് കേരളയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് ഉണ്ടായിരിക്കുന്നത്. റെമിറ്റൻസ് സ്റ്റാർട്ട് ചെയ്തു. സോ റെമിറ്റൻസ് ആണ് കേരള എക്കോണമിയിലെ മേജർ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അതേപോലെ അഗ്രികൾച്ചർ സ്റ്റാഗ്നേഷൻ, അഗ്രികൾച്ചറിൽ ഇടിവ് സംഭവിച്ചു, കുറവ് സംഭവിച്ചു. മെയിനായിട്ട് പാഡി കൾട്ടിവേഷൻ ഡിക്ലൈൻ ആയി കഴിഞ്ഞു. അതേപോലെ എമർജ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് സർവീസ് സെക്ടർ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് 1980s റെമിറ്റൻസ് ലെഡ് ഗ്രോത്ത് എന്നുള്ളതാണ്. സോ കേരള ബിക്കം എ റെമിറ്റൻസ് എക്കോണമി. കേരള എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ആക്ച്വലി പേയ്മെന്റ് കൊടുക്കുകയാണ് അല്ലെ, റെമിറ്റൻസ് എക്കോണമി ആണ്. വിത്ത് മണി വന്നിട്ട് എവിടെ നിന്നാണ് ശരിക്കും ഇൻകം, സോഴ്സ് ഇൻകം, മണിയുടെ സോഴ്സ് എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ്, അബ്രോഡ് ആണ്. ഓക്കെ, സോ സ്റ്റേറ്റ് റവന്യൂ. സോ മെയിനായിട്ട് ഇവിടെ എന്താ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ HDI-ലാണ്, ഹ്യൂമൻ ഡെവലപ്പ് ഇൻഡിക്കേറ്റേഴ്സിലാണ്. അതേപോലെ തന്നെ എവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ലിറ്ററസി, ഹെൽത്ത്, ലൈഫ് എക്സ്പെക്ടൻസി. ഓക്കെ, അതേപോലെ അടുത്ത് എന്താ ഇവിടെ ഡിക്ലൈൻ ആയി കുറഞ്ഞിരിക്കണേ പറഞ്ഞാൽ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, അതായത് മെയിനായിട്ട് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് കയർ, കാഷ്യൂ, ഹാൻഡ്ലൂം ഇതൊക്കെ. കാരണം മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആ ടൈമിൽ കുറവാണ് 1980s. അല്ല ഗ്രോയിങ് അൺഎംപ്ലോയ്മെന്റ് വന്നിട്ട് കൂടാതെ, അത് സോഷ്യൽ ഡെവലപ്മെന്റ് കൂടാതെ ഇപ്പൊ കേരള മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ 1980s എന്താണ്, റെമിറ്റൻസ് ലെഡ് ഗ്രോത്ത് ആണ്. കേരള ബിക്കം റെമിറ്റൻസ് എക്കോണമി ആയി കഴിഞ്ഞു. മണി ബിക്കോസ് നമുക്ക് അറേസ് ചെയ്യുന്ന ഗൾഫ് കൺട്രീസ് നിന്നാണ്. സോ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി HDI-ലും ലിറ്ററസിയിലും അതേപോലെ ഹെൽത്ത് ആൻഡ് ലൈഫ് എക്സ്പെക്ടൻസിയിലും. ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഡിക്ലൈൻ ആയി തുടങ്ങി, അൺഎംപ്ലോയ്മെന്റ് കൂടി. ഓക്കെ, ഇനി അടുത്തതാണ്. അപ്പൊ നിങ്ങൾ ഓരോ ഇയറിൽ നോട്ട് ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ടച്ച് നിങ്ങൾ പോകരുത്. 1950s ഫോർമേഷൻ ഏർലി സ്റ്റേജ് കേരള ഫോം ചെയ്തത്. പ്രൈമറി ആയിട്ട് അവിടെ മെയിനായിട്ട് അഗ്രികൾച്ചർ, ലാൻഡ് റീഫോം ഡിസ്കഷൻ തുടങ്ങിയത്. 1960 ലാൻഡ് റീഫോം ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്തു. അതേപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്ത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് സർവീസ് ഗവൺമെന്റ് പ്രൈവറ്റും. ഓക്കെ, 1970 എന്ന് പറയുന്നത് ഗൾഫ് മൈഗ്രേഷൻ റെമിറ്റൻസ് എക്കോണമി ഉണ്ടായി. അതേപോലെ അടുത്ത 1980s റെമിറ്റൻസ് ലെഡ് ഗ്രോത്ത് വന്നു. ഇനി അടുത്തതാണ് 1990s മെയിനായിട്ട് എന്താണുള്ളത്, അതായത് ലിബറലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആണ്. 1991 എക്കണോമിക് റിഫോംസ് ഇൻ ഇന്ത്യ, ദാറ്റ് ഈസ് മെയിനായിട്ട് കേരള എക്കോണമിനെയാണ് കൂടുതലായിട്ട്. സോ സർവീസ് സെക്ടർ ഉണ്ട്, ബാങ്കിങ്, ടൂറിസം, ട്രാൻസ്പോർട്ട്, ട്രേഡ്, അത് കുറച്ചായിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങി. ടൂറിസം ബൂം, ടൂറിസം കൂടി. കേരള എന്തായിട്ട് അറിയപ്പെട്ടു, ഗോഡ്സ് ഓൺ കൺട്രി അറിയപ്പെട്ടു. കേരള ബ്രാൻഡഡ് ആസ് ഗോഡ്സ് ഓൺ കൺട്രി. അതേപോലെ IT ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ട് ടെക്നോ പാർക്ക്, അതേപോലെ ട്രിവാൻഡ്രത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു 1990. മൈഗ്രേഷൻ റെമിറ്റൻസ് വന്നിട്ട് കണ്ടിന്യൂ ചെയ്തു. മൈഗ്രേഷൻ റെമിറ്റൻസ് അത് നമ്മുടെ എക്കോണമിയിലെ ബാക്ക് ബോൺ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 1990 എന്തായിരുന്നു, ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ ആണ്. 1991 എക്കണോമിക് റിഫോംസ് ഇൻ ഇന്ത്യ വന്നു. സർവീസ് സെക്ടർ ഗ്രോ ചെയ്തു. ടൂറിസത്തിൽ നമ്മുടെ കേരളയിലെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് അറിയപ്പെട്ടു. അതേപോലെ IT ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ടെക്നോ പാർക്ക് ട്രിവാൻഡ്രത്തിൽ 1990. സോ മൈഗ്രേഷൻ റെമിറ്റൻസും കണ്ടിന്യൂ ചെയ്തു. ഇനി നെക്സ്റ്റ് ആണ് 2000 ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സർവീസ് എക്കോണമി ആണ്. എക്സ്പാൻഷൻ ഓഫ് IT സെക്ടർ എന്ന് പറയുമ്പോൾ എവിടേക്കാണ് പറഞ്ഞാൽ കൊച്ചിയിൽ ഇൻഫോ പാർക്ക്, അതേപോലെ സൈബർ പാർക്ക് കോഴിക്കോട്. ഓക്കെ, അതാണ് ഇൻഫോ പാർക്ക് ഇൻ കൊച്ചി, സൈബർ പാർക്ക് ഇൻ കോഴിക്കോട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എക്സ്പാൻഡ് ചെയ്തു IT സെക്ടർ. അതുപോലെ ഗ്രോ ചെയ്തു ഹയർ എഡ്യൂക്കേഷൻ, മെയിനായിട്ട് സെൽഫ് ഇൻഫ്ലുവൻസിങ് കോളേജസിൽ ഇതൊക്കെ ഹയർ എഡ്യൂക്കേഷൻ ഗ്രോത്ത് ചെയ്യുക. അതേപോലെ ലാർജ് സ്കെയിൽ അർബണൈസേഷനും അതേപോലെ ഗൾഫ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റും എന്ത് ചെയ്തു, കൂടുതലേക്ക് കൂടി. റിയൽ എസ്റ്റേറ്റ് ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റിൽ. അതേപോലെ അഗ്രികൾച്ചറിന്റെ ഷെയർ എന്നത് കുറഞ്ഞു. അതായത് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ സർവീസ് ആണ് മെയിനായിട്ട്. സോ അതേപോലെ 2001 to 2 മെയിനായിട്ട് എന്താ പറഞ്ഞാൽ സിവിയർ ഡ്രോട്ട് വന്നു. ഓക്കെ, സോ 2010 അതിനുശേഷം എന്താ പറഞ്ഞാൽ കുറച്ച് ചാലഞ്ചസ് വന്നിട്ട് ഫേസ് ചെയ്യുന്നത്, ചാലഞ്ചസ് ആൻഡ് റെസിലിയൻസ്. സോ മെയിനായിട്ട് പോളിസി റിഫോംസ് വന്ന് ടൂറിസത്തിനെ എഫക്ട് ചെയ്തു 2013 to 16. അതേപോലെ 2016 മെയിനായിട്ട് നമ്മുടെ ഡിമോണിറ്റൈസേഷൻ ഇമ്പാക്ട് ചെയ്തു. നമ്മുടെ ഫുള്ളായിട്ട് നമ്മുടെ പേയ്മെന്റ് ഫ്ലോയിനെ തന്നെ എഫക്ട് ചെയ്തു. അതേപോലെ 2018 and 19 ഫ്ലഡ് നമുക്ക് അറേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹ്യൂജ് എക്കണോമിക് ലോസ് ആണ് ആക്ച്വലി വന്നത്. അഗ്രികൾച്ചറിനെയും ഇൻഫ്രാസ്ട്രക്ചറിനെയും ഹൈലി ഡാമേജ് എഫക്ട് ചെയ്തു. 2019 അതേപോലെ നിപ വൈറസ് വന്നു. സോ അതിലൂടെ മെയിനായിട്ട് എന്തിനെ എഫക്ട് ചെയ്തേ പറഞ്ഞാൽ ഹെൽത്ത് ആൻഡ് എക്കണോമി ടെമ്പററി ആയിട്ട്. ഓക്കെ, 19 to 20 COVID-19 പാൻഡമിക് വന്നു. ജോബ് ലോസ് ആയി ഒരുപാട് പേർക്ക്. അതേപോലെ ഗൾഫ് മൈഗ്രന്റ് റിട്ടേൺ ആയി വന്നു.
ഹെൽത്ത് കെയറിനെ എക്കോണമിയെ കൂടുതൽ എഫക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ അങ്ങോട്ട് 1990 അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ 2000 ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സർവീസ് ഇക്കോണമിയാണ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് കൊച്ചിയിലും കോഴിക്കോടും. കൊച്ചിയിൽ ഇൻഫോ പാർക്കും സൈബർ പാർക്കും കോഴിക്കോടും. ഹയർ എഡ്യൂക്കേഷൻ, അർബണൈസേഷൻ ഇതെല്ലാം ഗ്രോത്ത് സംഭവിച്ചതിന് ശേഷം 2001 to 2 സിവിയർ ഡ്രോട്ടാണ് വന്നിരിക്കുന്നത്. 2010 ഒരു ചാലഞ്ചസ് ആൻഡ് റെസിലൻസ് അതാണ് ഇതിൽ ഫുള്ളും 2010 എന്ന് പറയുമ്പോൾ തന്നെ 2010 to 20 ആ 20-നുള്ളിൽ വരെ എന്തൊക്കെ ഹാപ്പൻ ചെയ്തെന്ന് വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ 13 to 16 മെയിനായിട്ട് പോളിസി റിഫോംസ് ടൂറിസത്തിനെ എഫക്ട് ചെയ്തത്. 16 ഡിമോണിറ്റൈസേഷൻ ഉണ്ടായത്. 18 19 ഹ്യൂജ് എക്കണോമിക് ലോസും അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചറിനും ഡാമേജ് ആയത് എഫക്ട് ചെയ്തത്. നിപ വൈറസ് എന്ന് പറയുമ്പോൾ എന്തിനും കൂടെ എഫക്ട് ചെയ്തിട്ടുണ്ട്, ഹെൽത്തിനെയും എക്കണോമിനും. 90 to 20 എന്ന് പറയുമ്പോൾ COVID-19 പാൻഡമിക് ആണ് ഉണ്ടായിരിക്കുന്നത്. ജോബ് ലോസ് ആവുക, അതിൽ റിട്ടേൺ ആവുക, ഗൾഫ് മൈഗ്രേറ്റ്സ് വന്നിട്ട് മെയിനായിട്ട് ഹെൽത്ത് കെയർ എക്കോണമിയിൽ വന്നിട്ട് മെയിനായിട്ട് സ്ട്രെയിൻ ആണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അടുത്തതാണ് 2020 വന്നിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്, റിക്കവറി ആൻഡ് ഷിഫ്റ്റ് ആണ്. 2020 to 21 ആക്ച്വലി കേരള ഫുള്ളായി മാനേജ് ചെയ്തിരിക്കുന്നത് പറയുന്നത് കോവിഡ് ആണ്. സോ സ്ട്രോങ് പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, ബിക്കോസ് നമുക്ക് അവിടെ മൊത്തമായിട്ട് എക്കോണമിയിൽ സ്ലോ ആയിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാതും സ്ലോ ആയി കഴിഞ്ഞതുകൊണ്ട്. സോ അതേപോലെ റെമിറ്റൻസ് ഫെൽ ടെമ്പററി എന്ന് വെച്ചാൽ പേയ്മെന്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞു ബിക്കോസ് ഗൾഫ് ക്രൈസിസ് വന്നതുകൊണ്ട്. ഇതൊക്കെ സോ അതിനുശേഷം പിക്ക് ചെയ്ത് വരണമല്ലോ, ദെൻ പിക്കഡ് അപ്പ്, അതിനുശേഷം ഒന്നുകൂടെ റെഡിയായി വന്നത്. ഓക്കെ, സോ മെയിനായി ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നോളേജ് എക്കോണമി, ഡിജിറ്റലൈസേഷൻ, റിന്യൂവബിൾ എനർജി, ടൂറിസം എന്നുള്ളതാണ്. അപ്പോൾ 2021 to 2022 KFON ദാറ്റ് ഈസ് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തു യൂണിവേഴ്സൽ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ. ഓക്കെ, അതേപോലെ 2023 to 25 കണ്ടിന്യൂസ് ആയ ഇൻഫ്രാസ്ട്രക്ചറൽ ഗ്രോത്ത് വന്നു. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് നിയറിംഗ് കംപ്ലീഷൻ, അത് കംപ്ലീറ്റ് ആയത്. അതേപോലെ തന്നെ കംപ്ലീഷൻ്റെ സ്റ്റേജ് എത്തിയത്. സിൽവർ ലൈൻ സെമി ഹൈ സ്പീഡ് റെയിൽ പ്രപ്പോസൽ ഡിബേറ്റ് നടന്നതൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. സോ മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് നോളേജ് എക്കോണമി, നമ്മുടെ കേരള എക്കോണമി മെയിനായിട്ട് നോളേജ് എക്കോണമി, അതേപോലെ എന്താണ് ഫുള്ളായിട്ട് ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരിക, അതേപോലെ റിന്യൂവബിൾ എനർജി, നെക്സ്റ്റ് അതേപോലെ തന്നെ ടൂറിസം റിവൈവൽ. ഓക്കെ, സോ അപ്പോൾ 2021 to 22 എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റേജ് KFON എന്നുള്ളത്. അതായത് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് പ്രോജക്റ്റ് ആണ്. സോ മെയിനായിട്ട് എന്തിനാ ലോഞ്ച് ചെയ്തിരിക്കണേ പറഞ്ഞാൽ പ്രൊവൈഡ് യൂണിവേഴ്സൽ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ മനസ്സിലാക്കണം KFON എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ആണ്. ഓക്കെ, അടുത്താണ് 23 to 25 കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുന്നത്. ദാറ്റ് ഈസ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് കംപ്ലീഷൻ ആകുന്നത്. സിൽവർ ലൈൻ സെമി ഹൈ സ്പീഡ് റെയിൽ പ്രപ്പോസൽ ഡിബേറ്റ് നടന്നത്. ഓക്കെ, അപ്പോൾ ഷോർട്ടായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ 1950 to 60 എന്തൊക്കെയാണ് വന്നത്, ലാൻഡ് റിഫോം സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. 1970s to 80s ഗൾഫ് മൈഗ്രേഷൻ റെമിറ്റൻസ് എക്കോണമിയാണ്. 1990s എന്ന് പറയുന്നത് ടൂറിസം IT ലിബറലൈസേഷൻ എഫക്റ്റ് ആണ്. 2000 സർവീസ് ലെഡ് ഗ്രോത്ത് ഇൻഫ്രാസ്ട്രക്ചർ. 2010s ദാറ്റ് ഈസ് 2010s പറയുമ്പോൾ 90s വരെ നമ്മൾ ഉൾപ്പെടുത്തും. ഫ്ലഡ്, പാൻഡമിക്, റെസിലിയൻസ് ഇതൊക്കെ. 20s ഡിജിറ്റലൈസേഷൻ, ന്യൂ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ്, ഗ്രീൻ എക്കോണമി ഫോക്കസ്. അപ്പോൾ ഇതിലൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തായിരുന്നു 1950s to 60s വരുമ്പോൾ എന്തൊക്കെയാണ്, ലാൻഡ് റിഫോം സോഷ്യൽ ഡെവലപ്മെന്റും ആണ്. 70s to 80s എന്ന് പറയുന്നത് ഗൾഫ് മൈഗ്രേഷൻ റെമിറ്റൻസ് എക്കോണമിയാണ്. ഇനി 1990s എന്ന് പറയുന്നത് ടൂറിസം IT ലിബറലൈസേഷൻ ആണ്. 2000 എന്ന് പറയുമ്പോൾ സർവീസ് ഗ്രോത്ത് ഉണ്ടാവുക, അതേപോലത്തെ ഇൻഫ്രാസ്ട്രക്ചർ. 2010 എന്ന് പറയുമ്പോൾ ഫ്ലഡ്, പാൻഡമിക് ഇതൊക്കെയാണ്. അതേപോലെ തന്നെ 2020s ഡിജിറ്റലൈസേഷൻ, ന്യൂ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ്, ഗ്രീൻ എക്കോണമി. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും ഒന്ന് ജസ്റ്റ് 1 by 1 ആയി ഒന്ന് നോക്കാം. 1950s to 60s ഏർലി ഇയേഴ്സിൽ സ്റ്റേറ്റ് ഫോം ചെയ്ത ആക്ച്വലി എന്താണ്, 1950s നമ്മുടെ കേരള ഫോം ചെയ്തതിന് ശേഷം കേരള എപ്പോഴാണ് ഫോം ചെയ്തിരിക്കുന്നത്, 1956 സോ ആരൊക്കെ ആയിട്ടാണ് നമ്മൾ മെർജ് ചെയ്ത്, ട്രാവൻകൂർ കൊച്ചിനും വിത്ത് മലബാറും കാസർഗോഡും ആയിട്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതേപോലെ എക്കോണമിയിൽ മെയിനായിട്ട് പ്രൈമറി അവിടെ എന്താ ഉണ്ടായിട്ടുള്ളത്, അഗ്രികൾച്ചർ ആണ്. സോ മെയിനായിട്ട് അവിടെ എന്തായിട്ടുള്ള ട്രഡീഷണൽ ക്രോപ്സ്, അതായത് പാഡി, കോക്കനട്ട്, ടാപ്പിയോക്ക, പെപ്പർ, കാഷ്യൂ ഇതൊക്കെയാണ്. ഓക്കെ, അടുത്താണ് ലാൻഡ് റിഫോം എന്ന് പറയുന്നത് 1960s 1970s ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അതായത് ലാൻഡ് റിഫോം ആക്ട് എന്ന് പറയുമ്പോൾ തന്നെ 1963 ആണ്. സോ അതിൻ്റെ അമെൻമെന്റ്സും. അപ്പോൾ അതിന് മെയിനായിട്ട് എന്താണ്, അതിൽ സെക്യൂരിറ്റി, അതുപോലെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ്, ഇതൊക്കെ എപ്പോഴാണ് ഉണ്ടായിരിക്കുന്ന ലാൻഡ് റിഫോംസ് ആണ്. അപ്പോൾ ലാൻഡ് റിഫോം എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, 1960s 1970 ലാൻഡ് റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ ലാൻഡ് റിഫോം, കേരള ലാൻഡ് റിഫോം ആക്ട് എന്ന് പറയുമ്പോൾ 1963 അതിൻ്റെ അമെൻമെന്റ്സും. ഓക്കെ, അടുത്ത ഹൈ ലിറ്ററസി ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. സോ മെയിനായിട്ട് ഏതിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്തും ലോവർ പെർ ക്യാപിറ്റ ഇൻകം മാത്രമല്ലാതെ. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു നമ്മളിപ്പോൾ പഠിച്ചത്,
1950 to 60 ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയായിരുന്നു? കേരള ഫോം ചെയ്ത 1956 അഗ്രേറിയനാണ് മെയിനായിട്ട്. ലാൻഡ് റിഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹൈ ലിറ്ററസി ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അടുത്തതാണ് 1970s to 1980s മൈഗ്രേഷൻ റെമിറ്റൻസിൽ ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ ആണ് ഗൾഫ് കൺട്രീസിൽ ഉണ്ടായിട്ടുള്ളത്. മൈഗ്രേഷൻ പറഞ്ഞ ഒരുപാട് പീപ്പിൾസ് ആണ് ഗൾഫ് കൺട്രീസിലോട്ട് പോയിരിക്കുന്നത്. ബിഗാൻ ആഫ്റ്റർ 1970 ഓയിൽ ബൂം ഓയിൽ കൂടിയതിനു ശേഷം. സോ അതേപോലത്തെ റെമിറ്റൻസ് സ്റ്റാർട്ടഡ്, അതായത് പേയ്മെന്റ് അത് ഫ്ലോ മീൻസ് നമ്മുടെ കേരള ലാർജ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് റെമിറ്റൻസ് ഫ്രം ഗൾഫ് കൺട്രീസ് ആണ്. സോ അത് കേരള എക്കോണമിയിലെ മെയിൻ ലൈഫ് ലൈൻ ആയി. അഗ്രികൾച്ചർ വന്നിട്ട് സ്റ്റാഗ്നേഷൻ ഇടിഞ്ഞു തുടങ്ങി. മെയിനായിട്ട് പാഡി കൾട്ടിവേഷൻ കുറഞ്ഞു. ക്യാഷ് ക്രോപ്സ്, അതായത് റബ്ബർ, കോക്കനട്ട്, ഇതൊക്കെ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു. അൺഎംപ്ലോയ്മെന്റ് കൂടുതലായി. ഔട്ട് മൈഗ്രേഷൻ പറയുമ്പോൾ ഒന്നുകൂടെ നല്ല പ്രഷറായി. ഓക്കെ, ഈസ്റ്റ് പ്രഷർ. സോ അതിന്റെ പ്രഷർ ഈസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഒന്നുകൂടെ ആ ഒരു സ്ട്രിക്ട്നെസ് വന്നിട്ട് കുറഞ്ഞു. ഓക്കെ, അടുത്താണ് 1990s ലിബറലൈസേഷൻ എറ. സോ പോസ്റ്റ് 1990 പറഞ്ഞാൽ 1991 എന്ന് വെച്ചാൽ 1991 ശേഷം ഇന്ത്യ എക്കണോമിക് റിഫോംസ് മെയിനായിട്ട് കേരള എക്കോണമിയെ എഫക്ട് ചെയ്തു. അതായത് കൂടുതലായിട്ട് സർവീസ് സെക്ടർ ഉദ്ദേശിക്കുന്നത് ബാങ്കിങ്, എഡ്യൂക്കേഷൻ, ടൂറിസം, ഹെൽത്ത് കെയർ, അതൊക്കെ കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്തു. ഗൾഫ് റെമിറ്റൻസ്, അതേപോലെ ഹൗസ് ഹോൾഡ് കൺസംഷൻ, ഹൗസിംഗ് കൂടി. അത് ബൂസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ മെയിനായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുക. കേരള ഡെവലപ്പ് ചെയ്ത ഒരു ഇമേജ് എന്ന് പറയുമ്പോൾ തന്നെ റെമിറ്റൻസ് എക്കോണമി എന്നാണ്. അതുപോലെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് കുറഞ്ഞു കഴിഞ്ഞു. കൊയർ, കാഷ്യൂ, ഇതൊക്കെ. ഓക്കെ, അതേപോലെ അടുത്താണ് 2000s സർവീസ്. 2000 പറയുമ്പോൾ 2000 to 2009 എന്തൊക്കെ സംഭവിച്ചു? കേരള 2000 പറയുമ്പോൾ സർവീസ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. അതായത് കേരള കൺസോൾഡേറ്റ് ചെയ്ത മെയിൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ് ഡെവലപ്ഡ് നേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതേപോലെ ടൂറിസം, എസ്പെഷ്യലി ബാക്ക് വാട്ടേഴ്സും ആയുർവേദമൊക്കെ മെയിനായിട്ട് മേജർ ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് സോഴ്സ് ആയി. അതേപോലെ ഗ്രോത്ത് ഉണ്ടായി സർവീസറിൽ. മെയിൻ മാനുഫാക്ചറിന്, അതേപോലെ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ തന്നെ മെയിനായിട്ട് അത് ലാഗിങ് വന്നു തുടങ്ങി. അത് ലാർജ് ഇൻഫ്ലോ ഓഫ് മൈഗ്രന്റ് വർക്കേഴ്സ് ആണ് ആക്ച്വലി അതർ സ്റ്റേറ്റ്സ് വന്നിട്ട് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സോ അതായത് മെയിനായിട്ട് ലേബർ ഷോർട്ടേജസ് ഒക്കെ വന്നിട്ട് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, മൈഗ്രന്റ് വർക്കേഴ്സ് അതായത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ഒരുപാട് മൈഗ്രന്റ് വർക്കേഴ്സ് നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്നും എന്ത് ചെയ്തു? അതർ ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു. മീൻസ് പീപ്പിൾസ് നമ്മുടെ നാട്ടിൽ വരാൻ തുടങ്ങി ലേബർ ഷോർട്ടേജസ് വന്നിട്ട് ഓവർകം ചെയ്യാനും. അപ്പോൾ 2000 എന്തൊക്കെയാണ്? സർവീസ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. മെയിനായിട്ട് കേരളനെ കൺസോൾഡേറ്റ് ചെയ്ത പൊസിഷൻ എന്ന് പറയുന്നത് HDI ആണ് ഡെവലപ്ഡ് നേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ടൂറിസം ആണ് മെയിനായിട്ട്. ബാക്ക് വാട്ടറും ആയുർവേദം മെയിൻ നമ്മളുടെ കേരള എക്കോണമിയിലെ മേജർ ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ. സോ മെയിനായിട്ട് സർവീസിൽ വരുന്ന ഗ്രോത്ത് ആണ്. മാനുഫാക്ചറിങ്, അഗ്രികൾച്ചറും കുറഞ്ഞു. ഓക്കെ, അതേപോലെ മൈഗ്രന്റ് വർക്കേഴ്സ് അതർ ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്നും വന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി 2010 എമർജിങ് ചാലഞ്ചസ് എന്തൊക്കെയാണ് അറൈസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവർ ഡിപ്പെൻഡ് ചെയ്തു റെമിറ്റൻസ് പേയ്മെന്റിൽ. പക്ഷെ സ്ലോ ഡൗൺ ഉണ്ടായിരിക്കുന്നത് ഗൾഫ് എക്കണോമി ചേഞ്ചസ് വന്നപ്പോൾ. ഫിസിക്കൽ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഹൈ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ വന്നു. സോഷ്യൽ ആൻഡ് വെൽഫെയർ സ്കീംസിൽ റവന്യൂ മാത്രമായിട്ട് ലിമിറ്റഡ് നോക്കിയിട്ട് ആ ബേസിൽ അതിൽ ഇൻഫ്രാസ്ട്രക്ചർ പുഷ് ചെയ്തു. സ്മാർട്ട് സിറ്റി കൊച്ചിയിൽ, അതേപോലെ ടെക്നോ പാർക്ക് എക്സ്പാൻഡ് ചെയ്യുക, കൊച്ചി മെട്രോ, ഇതൊക്കെ വന്നു. 2018 കേരളയിൽ ഫ്ലഡ് അറൈസ് ചെയ്തു. അത് മെയിനായിട്ട് എക്കോണമി ലോസ് ചെയ്തു. മെയിനായിട്ട് ക്ലൈമറ്റ് ഇതിലൊക്കെ എന്താണ് കൂടുതലായിട്ട് ലോസ് വന്നു കഴിഞ്ഞു. മീൻസ് ലോസ് അറൈസ് ചെയ്തു എമർജിങ് ചാലഞ്ചസിൽ. ഇനി അടുത്ത 2020s വരുന്ന പാൻഡമിക് ആൻഡ് റെസിലിയൻസിൽ, ദാറ്റ് ഈസ് COVID-19 എന്ന് പറയുമ്പോൾ COVID-19 മെയിനായിട്ട് ടൂറിസത്തിൽ വരുന്ന പേയ്മെന്റ് ഓവറോൾ എക്കണോമിക് ആക്ടിനെ എഫക്ട് ചെയ്തു. ഗവൺമെന്റ് ഫോക്കസ് ചെയ്തിരിക്കുന്ന വെൽഫെയർ സ്പെൻഡ് ചെയ്യുക, വെൽഫെയർ സർവീസസ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുക, വെൽഫെയർ സ്പെൻഡ് ചെയ്യുക, അതേപോലെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളതാണ്. അതേപോലെ ഡിജിറ്റലൈസേഷൻ IT സെക്ടർ മെയിനായിട്ട് സ്ട്രെങ്തൻ ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യണം. കേരളയിലെ സ്റ്റാർട്ടപ്പ് മിഷൻ, ടെക്നോ പാർക്ക്, ഇതൊക്കെ ഇത് 2020s COVID-19 പാൻഡമിക്കിലൂടെ ടൂറിസത്തിനെ എഫക്ട് ചെയ്തു, ഓവറോൾ എക്കണോമിക്കിനെ എഫക്ട് ചെയ്തത്. അങ്ങനെ ഗവൺമെന്റ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് വെൽഫെയർ സ്പെൻഡിങ്, അതേപോലെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ. ഇനി ഡിജിറ്റലൈസേഷൻ IT സെക്ടർ മെയിനായിട്ട് നല്ല ഒന്നുകൂടെ എന്ത് ചെയ്യുക? ഒന്നുകൂടെ സ്ട്രെങ്ത് ആയിരിക്കണം. മീൻസ് ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യണം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, ടെക്നോ പാർക്ക്, ഇതൊക്കെ. ഓക്കെ, അതേപോലെ അടുത്താണ് ഗ്രോയിങ് എംഫസൈസ് ആണ്. അപ്പോൾ മെയിനായിട്ട് എംഫസൈസ് എന്ന് പറയുന്നതാണ് കൂടുതലായിട്ട് ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഡെവലപ്മെന്റും അതിൽ റിന്യൂവബിൾ എനർജിയാണ്. സോ ഇവരും അതേ കൂടാതെ സ്ട്രക്ചറൽ ചാലഞ്ചസ് ആണ് ഇപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ തന്നെ ലോ ആണ്. അവർ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഹെവി റിലയൻസ് എന്ന് പറഞ്ഞാൽ അതിന് ഉദ്ദേശിക്കുന്നത് ഹെവിയായി എവിടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണേ പറഞ്ഞാൽ സർവീസസിലും റെമിറ്റൻസിലും ആണ്. ഹൈ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് സ്റ്റിൽ ഫേസസ് സ്ട്രക്ചറൽ ചാലഞ്ചസ്, അതായത് ലോ ഇൻഡസ്ട്രിയൽ ബേസ് ആണ്. ഹെവി ആയി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സർവീസിലും റെമിറ്റൻസിലും, ഇതൊക്കെ. ഓക്കെ, അടുത്തത് നമുക്ക് ഓരോന്ന് നോക്കാം. കേരള എക്കോണമി. അപ്പോൾ നിങ്ങൾ ഓരോന്നും വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, 1950 to 1960s ഏർലിയർ ഇയേഴ്സ് ആഫ്റ്റർ സ്റ്റേറ്റ് ഫോർമേഷൻ എന്തൊക്കെയാണ് ഉണ്ടായേ. അതേപോലെ 1970s to 80s മൈഗ്രേഷൻ ആൻഡ് റെമിറ്റൻസസ്, 1990s ലിബറൈസേഷൻ എറ, 2000 സർവീസ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, 2010 എമർജിങ് ചാലഞ്ചസ്. അതേപോലെ നെക്സ്റ്റ്
2020 പാൻഡമിക് ആൻഡ് റെസിലിയൻസ്. ഓക്കെ, ഇനി കേരള എക്കോണമി ഓരോ ഇയർ വൈസ് ആയി നോക്കാം. 1956 എന്തായിരുന്നു ഫോർമേഷൻ ഓഫ് കേരള. കേരള എപ്പോഴാണ് ഫോം ചെയ്തത്? സ്റ്റേറ്റ്, അതായത് November 1 അഗ്രേറിയൻ എക്കോണമി മെയിൻ ആയിട്ട് പാഡി, കോക്കനട്ട്, പേപ്പർ, കാഷ്യൂ ആണ് അഗ്രികൾച്ചർ ഉണ്ടായിരിക്കുന്നത്. 1960 എന്താണ് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞാൽ ലാൻഡ് റിഫോം മൂവ്മെന്റ് ടെൻഡൻസി അത് അബോളിഷ് ചെയ്തു. 1967 ഫസ്റ്റ് കമ്മ്യൂണിറ്റി ഗവൺമെന്റ് ഇനീഷ്യേറ്റ് ചെയ്തു മേജർ ലാൻഡ് റിഫോം പോളിസീസ് എന്നുള്ളത്. അതേപോലെ 1969 എന്ന് പറയുമ്പോൾ കേരള ലാൻഡ് റിഫോംസ് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്തു, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ലാൻഡ്. 1973 എന്ന് പറയുമ്പോൾ കേരള ലാൻഡ് റിഫോംസ് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്തു മെയിൻ ആയിട്ട്. ഓക്കെ, അത് ടെനന്റാണ് ലാൻഡ് റൈറ്റ് കിട്ടിയത്. ഓക്കെ, 1975 to 76 ഗൾഫ് പീപ്പിൾ എന്താ ചെയ്തു പറഞ്ഞാൽ മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഒന്നും കൂടെ എന്ത് ചെയ്തു? ദാറ്റ് ഈസ് റെമിറ്റ് ചെയ്തു. ഓക്കെ, ഗൾഫ് മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഗൾഫിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുക. നമ്മുടെ പീപ്പിൾസ് ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഗൾഫിലോട്ട് പോകുക. അതൊന്നുകൂടെ ഇൻക്രീസ് ആയി. ഓക്കെ, അടുത്തതാണ് 1979 അൺഎംപ്ലോയ്മെന്റ് കൂടി. മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ എന്തായി? നമ്മളുടെ കേരളത്തിലെ ഹൈ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുമ്പോൾ തന്നെ, ലാർജ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ദാറ്റ് ഈസ് റെമിറ്റൻസ്, ദാറ്റ് ഈസ് എന്താണ്? മൈഗ്രേഷൻ ആണ് എക്കണോമി ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ കേരള എക്കോണമിയുടെ ലൈഫ് എന്നുള്ളത്. സോ 1980 ആയപ്പോൾ അഗ്രികൾച്ചർ കുറഞ്ഞു, പാഡി കൾട്ടിവേഷൻ കുറഞ്ഞു, ഡിക്ലൈൻ ആയി. 1980 റബ്ബർ എന്ന് പറയും മേജർ ക്യാഷ് ക്രോപ്പ് ആയി. 1987 ഗൾഫ് റെമിറ്റൻസ് എന്ന് പറയുമ്പോൾ 1000 crore ആയി മാർക്കായി. 1991 ഇന്ത്യയിലെ എക്കണോമിക് ലിബറലൈസേഷൻ വന്നു. കേരളം മെയിനായി ഫോക്കസ് ചെയ്ത് സർവീസ് സെക്ടറായി. 1994 കുടുംബശ്രീ ലോഞ്ച് ചെയ്തു, പോവർട്ടീനെ റിമൂവ് ചെയ്യുക, വുമൺ ഒന്നുകൂടെ എംപവർ ചെയ്യുക എന്നുള്ളത്. 1998 ടൂറിസം മെയിനായിട്ട് എന്താ പ്രൊമോട്ട് ചെയ്തതാണ്? ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ട് പ്രൊമോട്ട് ചെയ്തു. മെയിനായിട്ട് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ അറൈവൽസ് അതിലൂടെ ബൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമസ്റ്റിക്കിലും ഇന്റർനാഷണൽ അറൈവൽസും ഒന്നുകൂടെ ഇൻക്രീസ് ആയപ്പോൾ കേരള ടൂറിസത്തിലൂടെ എന്തായി പ്രൊമോട്ട് ചെയ്തു? കേരളനെ ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ട്. 2001 ടെക്നോ പാർക്ക് ട്രിവാൻഡ്രം എക്സ്പാൻഡ് ചെയ്തു, IT സെക്ടർ കൂടെ സ്ട്രെങ്തൻ ആയി. 2004 റെമിറ്റൻസ് ടച്ച് 20,000 crore ആയി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ 1000 crore 1987 പിന്നെ അതിനുശേഷം മാറി 2004 20,000 crore ആണ്. 2006 സ്മാർട്ട് സിറ്റി കൊച്ചി പ്രോജക്ട് ലോഞ്ച് ചെയ്തു. 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് വന്നത്. ടെമ്പററി ഡിപ്പാണ് ഗൾഫ് റെമിറ്റൻസിൽ സംഭവിച്ചത്. ഓക്കെ, 2011 സെൻസസ് വന്നിട്ട് ഷോ ചെയ്ത് മോർ ദാൻ 2 മില്യൺ കേരളീസ് ആണ് അബ്രോഡ് ഉണ്ടായിരിക്കുന്നത്. 30% സ്റ്റേറ്റ് ഇൻകം ആണ് ഉണ്ടായിട്ടുള്ള റെമിറ്റൻസ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, റെമിറ്റൻസ് ആണ് പേയ്മെന്റ് ഫ്രം ഗൾഫ് ഫണ്ടീസ് ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. 2013 അതായത് അബ്രോഡ്. 2013 ഇൻഫ്രാസ്ട്രക്ചർ വന്ന് കൊച്ചി മെട്രോ കൺസ്ട്രക്ഷൻ ബിഗിൻ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അടുത്ത 2016 ഇൻഫ്ലോ ഓഫ് മൈഗ്രന്റ് വർക്കേഴ്സ് നമ്മുടെ ഇന്ത്യയിലെ അതർ സ്റ്റേറ്റിൽ നിന്നും മൈഗ്രന്റ് വർക്കേഴ്സ് വന്നു നമ്മുടെ ലേബർ ഷോർട്ടേജസ് വന്നിട്ട് ഓവർകം ചെയ്യാൻ. അത് ഇൻഫ്ലോ ഓഫ് മൈഗ്രന്റ് വർക്കേഴ്സ് ഫ്രം നോർത്ത് ആൻഡ് ഈസ്റ്റ് ഇന്ത്യ റൈസ് ഷാർപ്ലി, അത് ഒന്നുകൂടെ ഇൻക്രീസ് ആവാൻ തുടങ്ങി. 2018 മെയിനായിട്ട് കേരള ഫ്ലഡ് വന്നു കഴിഞ്ഞു. അത് ഒരുപാട് ലോസ് ആണ് സംഭവിച്ചത്, 30,000+ crore. 2019 നിപ ഔട്ട്ബ്രേക്ക് സ്ലോ ഡൗൺ ആയി, ഗൾഫ് റെമിറ്റൻസ് കാര്യങ്ങൾ കുറഞ്ഞു. അതേപോലെ തന്നെ COVID-19 പാൻഡമിക് 2020 വന്നു, ടൂറിസം കൊളാപ്സ് ആയി, അതിലൊക്കെ എഫക്ട് ചെയ്തു. 2021 എഫേർട്സ് എടുത്തു, ഹെവി വെൽഫെയർ ഇംപ്ലിമെന്റ് ചെയ്തു, ഡിജിറ്റൽ ക്ലാസ് റൂംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തു. 2022 IT എക്സ്പോർട്ട് അക്രോസ് 20,000 crore ആയി, കൊച്ചി വാട്ടർ മെട്രോ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തു. 2023 എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇവിടെ എന്താ ഫോക്കസ് ചെയ്തത് പറഞ്ഞാൽ ഗ്രീൻ ഹൈഡ്രജൻ, റിന്യൂവബിൾ എനർജി ആൻഡ് നോളജ് എക്കോണമി. ഇത് മെയിനായി ഫോക്കസ് ചെയ്തു 2023. 2024 കേരള അനൗൺസ് ചെയ്തു AI ഡിജിറ്റൽ സ്കില്ലിങ്ങും അനൗൺസ് ചെയ്തു പ്രോഗ്രാംസ്. സോ ഇതിലൂടെ നമ്മൾ IT നോളജ് സെക്ടറും ബൂസ്റ്റപ്പ് ചെയ്യണം എന്നുള്ളത്. 2000 അപ്പം നിങ്ങൾ ഓരോന്ന് മനസ്സിലാക്കണം. 22 എന്താ? കാരണം 20s ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 20s കോവിഡ് വന്നു, 21 അവർ എഫേർട്സുകൾ എടുത്തു. 22 വന്നിട്ട് 20,000 crore ആയി IT എക്സ്പോർട്ട് ചെയ്തു, കൊച്ചി വാട്ടർ മെട്രോസ് പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തു. 23 ആയപ്പോൾ മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ഹൈഡ്രജൻ, റിന്യൂവബിൾ എനർജി ആൻഡ് നോളജ് എക്കോണമിയാണ്. 24 കേരള അനൗൺസ് ചെയ്തു AI ആൻഡ് ഡിജിറ്റൽ സ്കിൽ പ്രോഗ്രാംസ്. 25 അതേ സർവീസ് അഗ്രികൾച്ചർ ഇപ്പോൾ ലെസ് ദാൻ 15% ആയി. ദാറ്റ് ഈസ് CGS ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. സോ ഗവൺമെൻറ് സ്ലോ ചെയ്ത് മെയിനായി ഫോക്കസ് ചെയ്ത് ഫിസിക്കൽ സ്റ്റെബിലിറ്റി, അതേപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് മൈഗ്രേഷൻ മാനേജ്മെന്റ് മെയിനായി ഫോക്കസ് ചെയ്തിരിക്കുന്നത് സർവീസ് ലെഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അഗ്രികൾച്ചറാണ് ലെസ് ദാൻ 15% മെയിനായിട്ട് റെമിറ്റൻസ് ഗവൺമെന്റ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഫിസിക്കൽ സ്റ്റെബിലിറ്റിയും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും മൈഗ്രേഷൻ മാനേജ്മെന്റും ആണ്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് കേരള എക്കോണമി, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ഓരോ ഇയർ വൈസും എന്താ നടന്നിരിക്കുന്നതെന്ന്. ഓക്കെ, സോ അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി ഇവിടെ കൊടുത്തിരിക്കുന്നത്. കേരള എക്കോണമി എന്ന് പറയുമ്പോൾ സോ ഇതിൻ്റെ ഫോർമേഷൻ ഏർലി ഇയേഴ്സ് എന്ന് വെച്ചിരിക്കുന്നത് വെൻ വാസ് കേരള ഫോംഡ് ആസ് എ സ്റ്റേറ്റ്. കേരള ഒരു സ്റ്റേറ്റ് ആയി ഫോം ചെയ്തത് എപ്പോഴാണ്? 1 November 1956 ഓക്കെ, ഇനി വിച്ച് സെക്ടേഴ്സ് ഡോമിനേറ്റഡ് കേരളാസ് എക്കോണമി അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ. അതായത് ഏത് സെക്ടറൊക്കെയാണ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് കേരള എക്കോണമിയിൽ ഫോം ചെയ്ത സമയത്ത്? അതായത് അഗ്രികൾച്ചർ, മെയിനായിട്ട് പാഡി, കോക്കനട്ട്, പെപ്പർ, കാഷ്യൂ, ടാപ്പിയോക്ക. ഓക്കെ, സോ ഈ സെക്ടേഴ്സിലാണ് മെയിനായിട്ട് ഉണ്ടായിരിക്കുന്നത്.
ഏതൊക്കെ സെക്ടേഴ്സാണ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേപോലെ വിച്ച് ആക്ട് ഇംപ്ലിമെൻറ്റ് ലാൻഡ് റിഫോംസ് ഇൻ കേരള. കേരള ലാൻഡ് റിഫോംസ് ആക്ട് എന്ന് പറയുന്നത് 1963 അമെൻഡ് ചെയ്തിരിക്കുന്നത് 1969 ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് 1970 അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വിച്ച് ആക്ട് ഇംപ്ലിമെൻറ്റഡ് ലാൻഡ് റിഫോംസ് ഇൻ കേരള എന്ന് പറയുമ്പോൾ അതിൽ കേരളയിലെ ലാൻഡ് റിഫോം ആക്ട് എന്ന് പറയുന്നത് 1963 സോ എപ്പോഴാണ് അമെൻഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ 1969 ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് 1970. അപ്പോൾ നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കണം കേരള ലാൻഡ് റിഫോം ആക്ട് എന്ന് എപ്പോഴാണ് 1963 അമെൻഡ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ് 1969 ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ് ദാറ്റ് ഈസ് 1970s. ഓക്കെ, ഇനി അടുത്താണ്. അപ്പോൾ ഇത്രയും എന്താണ് ഫോർമേഷൻ ഏർലിയർ ഇയേഴ്സിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴാണ് കേരള ഫോം ചെയ്ത് ഏതൊക്കെ സെക്ടേഴ്സാണ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ ആക്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അടുത്ത മൈഗ്രേഷൻ റെമിറ്റൻസ് ഉദ്ദേശിക്കുന്നത് ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ ഓഫ് മലയാളീസ് ടു ഗൾഫ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് 1973 ഓയിൽ ബൂം ആയപ്പോഴാണ് ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ ഓഫ് മലയാളീസ് വന്നിട്ട് ഗൾഫ് സ്റ്റാർട്ടഡ് ആയിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നത് ഓയിൽ ബൂം ആയപ്പോൾ. വിച്ച് സെക്ടർ ഭൂമിയോടെ ഇൻക്രീസ് ആയപ്പോൾ കേട്ടോ. സോ വിച്ച് സെക്ടർ ബിക്കെയിം ദ ബാക്ക് ബോൺ ഓഫ് കേരള എക്കോണമി ഫ്രം ദ 1970s. അതായത് ഏത് സെക്ടറാണ് കേരള എക്കോണമിയിലെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് റെമിറ്റൻസ് ഫ്രം ഗൾഫ് കൺട്രീസ് ആണ്. ഓക്കെ, ഗൾഫ് കൺട്രീസിൽ വരുന്ന പേയ്മെൻ്റ് ആണ് നമ്മുടെ കേരള എക്കോണമിയിലെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് 1970s മുതൽ. ഓക്കെ, വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ റിസീവ്സ് ഹയസ്റ്റ് ഷെയർ ഓഫ് റെമിറ്റൻസ്. അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് ഹയസ്റ്റ് ഷെയർ ഓഫ് റെമിറ്റൻസ് കിട്ടിയിരിക്കുന്നത് കേരളയിൽ. അപ്രോക്സിമേറ്റ് ഷെയർ ഓഫ് റെമിറ്റൻസ് ഇൻ കേരള GSDP ഇൻ 2010 എന്ന് പറയുമ്പോൾ അറൌണ്ട് 30% ആണ്. ഓക്കെ, അടുത്താണ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ആണ്. വിച്ച് ക്രോപ്പ് ഈസ് കോൾഡ് പ്ലാന്റേഷൻ ബാക്ക് ബോൺ ഓഫ് കേരള. അപ്പോൾ കേരളയിലെ പ്ലാന്റേഷൻ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഏതാണ്, ഏത് ക്രോപ്പാണ്, റബ്ബർ. വിച്ച് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഓഫ് കേരള ഡിക്ലൈൻ ഇൻ 1990. അപ്പോൾ 1990 ഡിക്ലൈൻ ആയത് ഏതാണ് ട്രഡീഷണൽ ഇൻഡസ്ട്രിയിൽ, കയർ, കാഷ്യൂ, ഹാൻഡ്ലൂം. ഓക്കെ, അതേപോലെ ഷെയർ ഓഫ് അഗ്രികൾച്ചർ ഇൻ കേരള GSDP ടുഡേ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 15% ആണ് ഇന്നത്തെ അഗ്രികൾച്ചറിൻ്റെ ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് സർവീസ് ആൻഡ് IT ആണ്. സർവീസ് ആൻഡ് ITയിൽ വിച്ച് സെക്ടർ കോൺട്രിബ്യൂട്ട് മോസ്റ്റ് ടു കേരള എക്കോണമി ടുഡേ. അതായത് ഏത് സെക്ടറാണ് മെയിൻ ആയിട്ട് കൂടുതലായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കേരള എക്കോണമിയിലെ മെയിൻ സർവീസ് സെക്ടർ ആണ്. ഓക്കെ, ഫസ്റ്റ് ടെക്നോ പാർക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റേറ്റ് ട്രിവാൻഡ്രം കേരള ദാറ്റ് ഈസ് 1990 ഓക്കെ, അടുത്തതാണ് ടൂറിസം ക്യാമ്പയിൻ ദാറ്റ് ബൂസ്റ്റഡ് കേരള ഇമേജ് ഗ്ലോബലി എന്ന് പറയുമ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ടാണ് അറിയപ്പെടുന്നത്. 1998 കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ. അടുത്തതാണ് that is which metro rail project became Kerala first metro system. ഏത് മെട്രോ റെയിൽ പ്രോജക്റ്റ് ആണ് കേരളയിലെ ഫസ്റ്റ് മെട്രോ സിസ്റ്റം, കൊച്ചി മെട്രോ 2017. ഓക്കെ, അടുത്തതാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ആണ്. ദാറ്റ് ഈസ് വിച്ച് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ ആണ് കേരളത്തിൽ ലോഞ്ച് ചെയ്തെന്നുള്ളതാണ്. ദാറ്റ് ഈസ് കുടുംബശ്രീ ആണ്. അതേപോലെ തന്നെ കേരള ഈസ് ഓഫൺ അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഡെവലപ്മെന്റ് മോഡൽ. കേരള ഏതായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, ഹൈ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്, മോഡസ്റ്റ് ഇൻകം. ഓക്കെ, കേരള റാങ്ക് ഹയസ്റ്റ് ഇൻ ഇന്ത്യ ഇൻ വിച്ച് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ്. അതായത് ഇന്ത്യയിൽ തന്നെ കേരള ഹയസ്റ്റ് റാങ്കാണ് എടുത്തിരിക്കുന്നത്. അത് ഏതൊക്കെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സിലാണ്, അതായത് ലിറ്ററസി, ലൈഫ് എക്സ്പെക്ടൻസി, അതേപോലെ ഹെൽത്ത് കെയർ ആക്സസ്. ഓക്കെ, ആക്സസ്. നെക്സ്റ്റ് ആണ് ദറ്റ് ഈസ് റീസൺ ആയിട്ടുള്ളത് റീസെന്റ് ഈവൻസ്. വിച്ച് ഇയർ ഡിഡ് കേരള ഫേസ് ഡിവാസ്റ്റിംഗ് ഫ്ലഡ്സ് കോസിംഗ് 30,000+ crore ലോസ് എപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത്, 2018. അതേപോലെ അടുത്താണ് വിച്ച് പാൻഡമിക് ബാഡ്ലി എഫക്റ്റഡ് റെമിറ്റൻസസ് ആൻഡ് ടൂറിസം ഇൻ കേരള. ദറ്റ് ഈസ് ഏത് പാൻഡമിക്കിലാണ് കൂടുതലായിട്ട് റെമിറ്റൻസും കേരള അതിലെ ടൂറിസത്തിനെ എഫക്ട് ചെയ്തത്, COVID-19 ഓക്കെ, 2020-21. അതേപോലെ വിച്ച് റിന്യൂവബിൾ എനർജി സെക്ടർ ഈസ് കേരള ഫോക്കസിങ് ഓൺ 2023-25. ഏത് റിന്യൂവബിൾ എനർജിയാണ് കൂടുതലായിട്ട് ദറ്റ് ഈസ് കേരള ഫോക്കസ് ചെയ്തിരിക്കുന്നതാണ്. ദറ്റ് ഈസ് 2023-25 ദറ്റ് ഈസ് ഏതാണ്, ഗ്രീൻ ഹൈഡ്രജൻ ആൻഡ് സോളാർ ആണ്. ഓക്കെ, സോ അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്ലാസ് എന്ന് പറയുന്നത് മെയിനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നോട്ട്സ് തന്നെ നിങ്ങൾ കറക്റ്റായി ഫോളോ ചെയ്താൽ മതി. ഓക്കെ, സോ ഒരുപാട് ഇൻഫർമേഷൻസ് ഇതിൽ നിന്ന് ഗെയിൻ ചെയ്യാൻ സാധിക്കും. ബിക്കോസ് നമ്മൾ ഫസ്റ്റ് തൊട്ട് തന്നെ എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കേരള എക്കോണമി, അതിൻ്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ്, ഓരോ ഇയറിലും എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് കേരള എക്കോണമി, അതിൻ്റെ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് അതേപോലെ ഓരോ ഫേസ് 1, ഫേസ് 2, പോസ്റ്റ് 1990s എന്തൊക്കെ ഹാപ്പൻ ചെയ്തു, അതിനുശേഷം ഓരോ 1950s, 60s, 70s, 80s, 90s, 2000s, 2010s, 20s. അതിനുശേഷം ഷോർട്ടായി നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ കൊടുത്തു. ഓക്കെ, സോ അപ്പോൾ കേരള എക്കോണമിയിൽ 1956 തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 25 വരയ്ക്കും നമ്മൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതിൻ്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസും. സോ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ എംഫേവർ ലേണിംഗ് ആപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. ബിക്കോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ആണ് എപ്പോഴും പ്രൊവൈഡ് ചെയ്ത് തന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ യുവർ കരിയർ. ഓക്കെ, സോ അത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്ത് വരിക. നെക്സ്റ്റ്
ക്ലാസ്സിൽ തന്നെ കറക്റ്റായിട്ട് എല്ലാവരും ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ. സോ താങ്ക് യു ഓൾ.